സംസാരിക്കുക, അല്ല വേറെ കഥകൾ പറയുന്ന സ്റ്റോറികൾ പറയുന്ന ആളുകളെടുത്ത് നമ്മൾ സംസാരിച്ചാൽ വീണ്ടും അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ ആളുകൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കിട്ടിയ എക്സ്പീരിയൻസ് എന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും വലിയൊരു ടീമുമായിട്ട് നമ്മളെ കമ്പനിയെ കണക്ട് ചെയ്തതായിരിക്കും. മാർക്കറ്റിംഗ് എന്നൊരു പരിപാടി നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ബാങ്കിങ് സ്ഥാപനം, ലോണെല്ലാം കൊടുക്കുന്ന സ്ഥാപനത്തിൻ്റെ അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രൊപ്പോസൽ കിടപ്പുണ്ട്. അറൗണ്ട് 40 lakhs ആണ് അവർ പെർ മന്ത് സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, 40 lakhs ആണ് പെർ മന്ത് അവർ സ്പെൻഡ് ചെയ്യുന്നത്. ആ 40 lakhsൻ്റെ വിപണനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ അവർ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എത്രയോ കോടി രൂപയാണ്. അതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന മുഴുവനും നമ്പേഴ്സാണ്. ഇത്രയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്, എല്ലാം വിശദമായിട്ട്. പക്ഷേ ഈ 40 lakhs എന്ന് പറയുമ്പോൾ 40 lakhs മാർക്കറ്റിങ്ങിലോട്ട് ഇറക്കുകയല്ല, ഇവർക്ക് ഈ സ്ട്രാറ്റജി കൊടുക്കുന്നതിൻ്റെ സ്ട്രാറ്റജിയുടെ കോസ്റ്റ് ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 40 lakhs. നമ്മൾ പലപ്പോഴും സ്ട്രാറ്റജിക്ക് പൈസ പേ ചെയ്യാറില്ല, റിസൾട്ടിനെ പേ ചെയ്യാറുള്ളൂ. ആക്ച്വലി ആ സ്ട്രാറ്റജിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ. സ്ട്രാറ്റജി നല്ലതായെങ്കിൽ റിസൾട്ട് വരുള്ളൂ. സ്ട്രാറ്റജി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് തന്നെയാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഓക്കെ എൻ്റെ പ്രോബ്ലം ഇതാണ്, ഇതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ തരാൻ കഴിയും. സൊല്യൂഷൻ തരാൻ എന്താണ് സൊല്യൂഷൻ? എൻ്റെ ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ഇതാണ്, ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കോസ്റ്റ് എത്രയാണ്? ഇതിൽ നിങ്ങളുടെ സ്ട്രാറ്റജി കോസ്റ്റ് എത്രയാണ് ചോദിക്കാം. ഇത് അറിയാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ഒരു കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്യുക. അയാൾ എക്സ്പെർട്ടാണ്, ഇയാൾ നല്ലതാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ. അയാൾ അവിടെ കമ്മിറ്റഡ് ആയിരിക്കും ഇവരെ പഠിക്കാൻ. കാരണം എന്തുവാ, ഇയാളല്ല ജോലി ചെയ്യുന്നത്, എക്സ്പെർട്ട് ആയിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം. നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കമ്മിറ്റഡ് ആയിരിക്കും. കാരണം അയാളല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. അയാൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴല്ലേ അവിടെ കള്ളത്തരം വരുള്ളൂ. അതെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എക്സിക്യൂട്ട് ചെയ്യുന്ന മൂപ്പരല്ല, ഞാനല്ല എക്സിക്യൂട്ട് ചെയ്യുന്നെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ഒരാള് എൻ്റെ ഇരയാണ്. പരമാവധി അവരെ സ്ക്വീസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഒരു കൺസൾട്ടന്റിനെ വെക്കുക. പല കമ്പനീസും കൺസൾട്ടന്റിനെ വെക്കാനുള്ള കാരണം അതാണ്, അവർക്ക് അതിൻ്റെ ഹെഡ് എക്സ് എടുക്കാനുള്ള എക്സ്പെർട്ടീസ് ഇല്ല. അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ നമ്മൾ ഹയർ ചെയ്യുക. ഇവിടെയൊക്കെ ഒരു മടിയും കൂടാതെ കൺസൾട്ടൻസ് വേണോ ആ സമയത്ത് അവരെടുക്കാനും, ഇങ്ങനെ അവർക്ക് വേണ്ടി അതിനൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഓണേഴ്സ് തയ്യാറാവണമെങ്കിൽ പ്രോഫിറ്റ് വേണമെന്ന് മാത്രമല്ല, ഓണേഴ്സ് തയ്യാറാവാത്തതിൻ്റെ കാരണം എന്താ? എന്തിന് കൺസൾട്ടൻസിന് ഇത്ര എമൗണ്ട് കൊടുക്കുന്നു? അത് ഞാനങ്ങ് ചെയ്താൽ പോലെ തീരുമാനിക്കുന്നത് എന്താ? അത് ഞാനങ്ങ് ചെയ്താൽ പോലെ. ലാസ്റ്റ് എന്താ ഉണ്ടാവുക? കുറേയൊക്കെ മെല്ലിക്കെട്ടി പോവും, കുറേ നഷ്ടപ്പെടും. ലാസ്റ്റ് ഈ കൺസൾട്ടന്റിനെ കൊണ്ടുവരുന്നത്. അത് ഇങ്ങനെ ചിന്തിക്കാം. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു ആൾ നിങ്ങൾ പരിചയപ്പെടുകയാണെങ്കിൽ അവരോട് പറയുക, ഒരു നോട്ടീസ്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഒരു നോട്ടീസ് ഒന്ന് ഉണ്ടാക്കി തരാൻ പറയുക. എന്നിട്ട് എത്ര മണിക്കൂർ എടുക്കും ആ നോട്ടീസ് ഉണ്ടാക്കാൻ, അതിൽ ഉള്ളടക്കം ഉണ്ടാക്കാൻ എന്നുള്ളത് കൂടി ഒന്ന് നോക്കാൻ പറയാം. അപ്പുറത്ത് എക്സ്പേർട്സ് 10-15 മിനിറ്റ് എടുക്കേണ്ട സമയം ഇയാൾ 2, 3, 4 മണിക്കൂർ എടുക്കും. പറയുമ്പോൾ ആ എക്സ്പേർട്ടിന് ഒരു പക്ഷേ നമ്മൾ മണിക്കൂറിന് 1000, 2000 കൊടുക്കുന്നുണ്ടാവും. ഇയാളുടെ സമയം മണിക്കൂറിന് 5000, 10000 ചിലപ്പോൾ വില ഉണ്ടാവും ഇയാൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വെച്ചിട്ട്. ആ സമയമാണ് ഇയാൾ ഈ നോട്ടീസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ചിലവാക്കുന്നത്. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ചെറിയ സ്റ്റോറീസിലൂടെ ഇതും ബോധ്യപ്പെടുത്തി കൊടുക്കലെന്ന് നമുക്ക് വേറെ മാർഗങ്ങളില്ല. അല്ല, നമ്മൾ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ശ്രമം. അത് തന്നെയാണ്. കാരണം നമ്മൾക്കറിയാം എത്ര സ്വയം ചെയ്യാമെന്ന് എന്ന് വിചാരിച്ച്. ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പനിയെ തന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലിരുന്നു. പല പ്രാവശ്യവും ഞാനിത് ഒരു സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടി ശ്രമിക്കും. കുറേ മല്ലിക്കെട്ടും, ലാസ്റ്റ് ഒന്നും കൊടുക്കും, പിന്നെയും പഴയ സ്ഥിതി തന്നെ ആവും. പിന്നെയും കുറേ കഷ്ടപ്പെടും. അവസാനം പിന്നെ എന്ത് ചെയ്തു? ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീമിനെ നമ്മളിവിടെ കൊണ്ടുവരേണ്ടി വന്നു. ഇത് ആദ്യം ചെയ്യാമായിരുന്നു. കാരണം നമ്മളിത് വേണ്ട, ഈ ഒരു ചെലവ് വേണ്ട കമ്പനിക്ക് എന്ന് വിചാരിച്ചിട്ട് ആദ്യം തീരുമാനിക്കുന്ന എക്സ്പെൻസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഇനി അടുത്ത ആൾക്ക് സംഭവിക്കണ്ടല്ലോ. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടീം, സിസ്റ്റം കൊണ്ടുവരാനുള്ള തിരഞ്ഞെടുക്കുന്ന ടീം എക്സ്പേർട്ടാണോ, അവരിതിനു മുമ്പ് ചെയ്ത കമ്പനികൾ ഏത്, അതൊക്കെ അതിനാണ് ഞാൻ സമയം ചെലവഴിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഞാൻ തന്നെ ഇതിലൊരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നില്ല ചെലവഴിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ ചെലവാക്കാനുള്ള ഇത് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യാതെ ഒരു കൺസൾട്ടന്റിനെ കൂടെ അവരെ വെച്ചിട്ടൊന്ന് മാനേജ് ചെയ്ത് നോക്കൂ.
ആ കൺസൾട്ടന്റ് അവരെ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കും. ആ കൂടെ നിന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് എന്നുള്ള തുടരെ അപ്പൊ നിങ്ങൾ അതിലോട്ട് ഇവരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ആ സബ്ജക്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിസൾട്ട് അനലൈസ് ചെയ്താൽ മതി. അതെ, എൻ്റെ ഡിസൈഡ് റിസൾട്ട് വരുന്നുണ്ടോ, എനിക്ക് കമ്മിറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ടോ, എൻ്റെ ബഡ്ജറ്റിൽ തന്നെയാണ് അത് നിന്നിരിക്കുന്നത്, ഈ ബഡ്ജറ്റ് ഡബിൾ ആക്കി എനിക്ക് എന്ത് റിസൾട്ട് തരും, ഇതൊക്കെ നിങ്ങൾ കൺസൾട്ടന്റിനോട് ചോദിക്കുന്നത്. കൺസൾട്ടന്റ് അവരിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും. നിങ്ങൾ എന്തിനാ സമയം സ്പെൻഡ് ചെയ്യണം? കൺസൾട്ടന്റ് അതിന് ബാധ്യസ്ഥനാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ലക്ഷറി എന്ന് പറയുന്നത് സമയമാണ്. അതാണല്ലോ ഏറ്റവും സമയം, ചെലവും ഏറ്റവും എക്സ്പെൻസ് എന്ന് പറയുന്നത് സമയമാണ്.